സ്വരാജ് വോട്ട് രേഖപ്പെടുത്തുകയാണ്. പോളിംഗ് ബൂത്തിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവാം. എം സ്വരാജ് ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ആ ദൃശ്യങ്ങളാണ്, പോളിംഗ് ബൂത്തിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അഭിലാഷ. ഈ വോട്ട് രേഖപ്പെടുത്തുക എന്നൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു റീല് പോലെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ? കഴിഞ്ഞ ഒരു മാസത്തോളമായി അത്യധ്വാനം ചെയ്യുകയായിരുന്നു അവിടെ. ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു. ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ന്യൂസിലൂടെ എം വി ഗോവിന്ദൻ നടത്തിയ വെളിപ്പെടുത്തൽ ഒരു കൊടുങ്കാറ്റായി മാറി. ഇതിന്റെ എല്ലാം വിളവെടുപ്പ് നടക്കുകയാണ്. എം സ്വരാജ് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അത്ര ഈസി ആയ ഒരു കാര്യമല്ല. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുക, മറ്റൊരാളെയും പ്രശ്നത്തിലാക്കാതെയോ സ്വയം പ്രശ്നത്തിലാവാതെയോ വാക്കുകൾ പ്രയോഗിക്കുക എന്നതൊക്കെ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനിടയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നത് ഇരട്ടി മാനസിക ഭാരം കൊടുക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-20 ദിവസത്തെ വലിയ ടെൻഷൻ അതല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദമൊക്കെ കഴിഞ്ഞ് ഇന്നാണൊന്ന് കൂളാവാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും വിശ്രമമില്ലാതെ ഓടുകയായിരുന്നു ഒരു വേദിയിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന മട്ടിൽ ജനങ്ങളെ കാണാൻ. വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വരാജ്. അങ്ങനെ സ്വന്തം പേരിന് നേരെ സ്വന്തം ജന്മനാട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം സ്വരാജിന് കൈവന്നിരിക്കുകയാണ്. അദ്ദേഹം മുമ്പ് മത്സരിച്ചിട്ടുണ്ട് 2 തവണ. അത് പക്ഷേ തൃപ്പൂണിത്തുറയിൽ നിന്നായിരുന്നു. ഇപ്പോൾ നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കുന്നു. സ്വരാജ് 203-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങും. സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കും. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്താൻ സ്ഥാനാർത്ഥി എവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമുക്കറിയാനുണ്ട്. എന്താണ് ഈ വിജയം കഴിഞ്ഞ തവണത്തേതിലും താഴെ പോകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ BJP നടത്തിയെന്ന് തോന്നുന്നു അല്ലേ? ഈ മണ്ഡലത്തിൽ ചെന്ന് നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയ്ക്ക് അഭിലാഷ് അവിടെ കണ്ട എങ്ങനെയായിരുന്നു? ഈ BJPയുടെ ഒരു ശക്തി പ്രകടനമൊക്കെ ഉണ്ടായിരുന്നോ? BJP ലോ പ്രൊഫൈൽ ക്യാമ്പയിൻ ആയിരുന്നു നടത്തിയിരുന്നത്. അപ്രതീക്ഷിതമായി ചിലയിടങ്ങളിൽ നിന്ന് വോട്ട് വരുമെന്നാണ് BJP സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത്. പ്രത്യേകിച്ച് മാർത്തോമാ സമൂഹത്തിൽ നിന്നൊക്കെ. ചുങ്കത്തറയിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹം അവിടുത്തെ അഭിഭാഷകനാണ്. അദ്ദേഹം അവിടുത്തെ സാമുദായിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. പഴയ കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ സാധാരണ നിലയിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത ചില വോട്ടുകൾ ഇത്തവണ സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥിക്കുള്ളത്. പക്ഷേ കലാശക്കൊട്ടിന്റെ സമയത്തേക്ക് എനിക്ക് തോന്നുന്നു NDA ഒരു ശക്തി പ്രകടനമൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു, വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ. സ്വാഭാവികമായും പ്രവർത്തകരാണ് ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കുക. അപ്പോൾ 3 കൂട്ടരും, അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കിയിരുന്നു, 3 കൂട്ടരും അവരുടെ ശക്തി പ്രകടനം നടത്താൻ ശ്രമിച്ചിരുന്നു. ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതിനപ്പുറത്ത് വോട്ട് കണക്കുകളിലേക്ക് വരുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. BJPയെ സംബന്ധിച്ച് 10,000 വോട്ട് എന്ന ഒരു ബാരിയർ മറികടക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ചൊരു വളരെ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ BJP 10,000 വോട്ട് മറികടന്നാൽ അത് BJPയെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ 8,000-ലേക്കും താഴെ പോവുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതത്തിലേക്കാൾ താഴെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ചില ചോദ്യങ്ങളും ഉയരും. BJPയുടെ പ്രകടനം എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം റിസൾട്ട് വരുന്നതുവരെ. ഇപ്പോൾ സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ബൂത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. വോട്ടിങ്ങിന് ശേഷം, അതായത് സ്വന്തം നിലയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സ്ഥാനാർത്ഥി എന്ത് പറയുന്നു എന്നറിയാൻ. വോട്ട് രേഖപ്പെടുത്തിയ തത്സമയ ദൃശ്യങ്ങളാണ്. എം സ്വരാജ് LDF സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി